ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഗിഫ്റ്റൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ പേപ്പറുമായിട്ടാണ്. ഇത് നനഞ്ഞ് കുതിർന്നു പോകുന്ന പേപ്പറല്ല കേട്ടോ, കുറച്ച് തിളക്കമുള്ള ടൈപ്പാണ്. അനിയത്തി വന്നപ്പോൾ കൊണ്ടുതന്നതാണ്, എന്തെങ്കിലും ചെയ്യേച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിട്ടിയപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി എടുത്തു വെച്ചു. ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മളതൊരു ചതുര ഷേപ്പിനൊക്കെ എടുത്ത് നിലയായിട്ടൊക്കെ മടക്കി ഒരു ഫ്ലവർ കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഫ്ലവർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നില്ല. അതൊന്നും ഒരു രസമില്ലാത്ത ഭംഗിയില്ല അത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്നുകൂടി കട്ട് ചെയ്തു. അകത്ത് ഒരു സൈഡ് ഭാഗം, ഒരു ഇതളിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, ഈ ഫാബ്രിക് ഗ്ലൂ നമ്മൾ ബോം മേക്കിങ്ങിന് വാങ്ങിച്ചതാണ് കേട്ടോ. അതുപയോഗിച്ച് ഞാൻ ഇതിൻ്റെ ഒരു ഇതളിൻ്റെ മുകളിൽ ഒരു ഇതൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോഴും നമുക്കൊരു കുമ്പിൾ ഷേപ്പ് കിട്ടി. അതായത് നമ്മുടെ കപ്പലിൻ്റെയൊക്കെ പുതിയ ഒരു കുമ്പിളില്ലേ, ആ കുമ്പിൾ ഷേപ്പ് കിട്ടി. അതുപോലെ തന്നെ വേറൊരു ടൈപ്പിലും കൂടി നമ്മൾ ഈ ഗ്ലൂ ഉപയോഗിച്ച് തന്നെ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തു. അതായത് മടക്കിയും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഉണ്ടാക്കിയ ഫ്ലവർ ഇത്രയാണ്. അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മൾ വരത്തക്ക രീതിയിൽ സൈസ് ചെറുതും വലുതുമായിട്ടാണ് കട്ട് ചെയ്തതും. അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡാണ്. അപ്പം ബ്ലൂവും വൈറ്റും വരത്തക്ക രീതിയിലുമാണ് നമ്മളത് ഒട്ടിച്ചു കൊടുത്തതും വെട്ടിയെടുത്തതും അതുപോലെയാണ്. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് വെച്ചിരുന്നൊരു ആർട്ട് വർക്കിൻ്റെയാണ്. ഇത് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഫാബ്രിക് പെയിൻ്റൊക്കെ അടിച്ചു വൈറ്റ് പേപ്പർ വെച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ മാറ്റിയിട്ട് നമ്മളത് ഈ ഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ദൂരക്കാഴ്ചയ്ക്ക് ലുക്കാണ്. എൻ്റെ വർക്കല്ലേ, മോശമാവോ? എന്തായാലും ഇതാണ് ഫൈനൽ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഡോറിൽ കൂടി ഒന്ന് സെറ്റ് ചെയ്തു. എന്തായാലും കൊള്ളൂലേ?